ഹായ് കൂട്ടുകാരെ, ഇന്നൊരു വാട്ട ഈറ്റിനിടെയാണ്. നമ്മൾ കുറേ നാളായി വാട്ട ഈറ്റിനിടെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് കമൻറ്റ് കണ്ടു, ഇങ്ങനെ വാട്ട ഈറ്റിനിടെ വെയിറ്റിംഗ് ആണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ട് നമ്മൾ വാട്ട ഈറ്റിനിടെ ചെയ്യുന്നതിന് നമ്മുടെ സബ്സ്ക്രൈബർക്ക് ആവശ്യപ്പെടുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് വാട്ട ഈറ്റിനിടെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. മടിയെന്നല്ല, ആൾക്കാർ എന്നെ വിചാരിക്കും എന്നും കഴിക്കുന്ന ഫുഡൊക്കെ എന്തിനാണ് വീഡിയോ പിടിച്ചിരുന്നെന്ന്. പക്ഷേ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ സന്തോഷമായി കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചമ്മന്തിക്കറി വയ്ക്കുവാണ് ഞാനിത്. വെള്ള ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് വറുത്തു, ചട്നിക്ക് അരച്ചു, നമ്മൾ അത് ചട്നി അതിലേക്ക് കാച്ചി ചൂടാക്കി എടുക്കുവാണ്. സൈഷേട്ടൻ ഇന്ന് രാവിലെ ജോലി ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കാപ്പി കഴിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഇത് പിന്നെ നമുക്ക് ചൂടാക്കിയാൽ മതിയല്ലോ ചമ്മന്തി. പിന്നെ നമ്മൾ മാവ് എടുത്ത് വെച്ച് ദോശ ഇടുവാണ്. കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുത്ത് തുടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും വെള്ള ചട്നിയാണ്. അപ്പോൾ ശശിയേട്ടന് ഇന്ന് ജോലിയുണ്ട് കേട്ടോ. അബിക്കുട്ടനെ ഇനി തിങ്കളാഴ്ച പോയാൽ മതി. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇനി വെള്ളി ശനി ഞായർ 3 ദിവസം ഇനി അബിക്കുട്ടയുടെ കിടന്ന് മറിയും. തിങ്കളാഴ്ചയാണ് ഇനി സ്കൂൾ തുറക്കുന്നത്, പൊങ്കൽ അവധിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി കഞ്ഞിക്കൊന്നും വെള്ളമടുപ്പിട്ടില്ല കേട്ടോ. രാവിലെ ഇനി ശശിയേട്ടനെ കാപ്പി പിടിച്ചിട്ട് പോകണം. അടുത്ത് തന്നെയാണ് ജോലി. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും, അതുകൊണ്ട് ഇന്ന് ചോറ് കൊണ്ടുപോകണ്ട. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണിനുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തു വിട്ടാൽ കേട്ടോ. പിന്നെ 10 മണിക്ക് ജോലി സൈറ്റിൽ 10 മണിക്ക് അവർ വീട്ടുകാർ കാപ്പി കൊടുക്കും. അപ്പോൾ രാവിലെ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ദോശയും വെള്ള ചട്നിയാണ് വെക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വെള്ള ചട്നി വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നു കേട്ടോ. വേറൊന്നുമല്ല, നായില്യായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള പായസവും ഫ്രൂട്ട്സും ആയിരുന്നു. നമുക്ക് ഈ മാസം ശശിയേട്ടൻ്റെ അനിയനാണ് ചീട്ട് വീണത്. അപ്പോൾ അവർ നടത്തണം ആയില്യം. അങ്ങനെ അമ്മയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്ന് പ്രസാദം തന്നതാണ്. ഇപ്പോൾ സമയം 1 മണിയായി. 1:15 ശശിയേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. അപ്പം നമ്മൾ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമുക്കിന്ന് ചാളമീനാണ് കിട്ടിയത്. ഇത് ചാള നല്ല തേങ്ങ വറുത്തരച്ച കറി വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് 3 എണ്ണം. ഇത് എനിക്ക് അബിക്കുട്ടനും ശശിയേട്ടനുമാണ്. അതിൻ്റെ കൂടെ ഒരു കുട്ടി പാത്രത്തിൽ കുറച്ച് സാമ്പാർ വെച്ചു കേട്ടോ. പിന്നെ നമ്മളെ സ്പെഷ്യൽ വെണ്ടയ്ക്ക തോരനാണ്. ഇത് അടുപ്പി ഇരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം വെന്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഇറക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ചയൂണിന്. പിന്നെ ശശിയേട്ടൻ ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഉണ്ണാൻ വന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് വെളിയിൽ ഞങ്ങൾ കപ്പമരത്തിൽ പപ്പായ പഴുത്ത് വെക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ പപ്പായ തന്നെയാണിത്. മറ്റേ വിളയിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് വെക്കുവാണ്. അപ്പം നമ്മളൊരു മടലുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് അടത്തി 2 പപ്പായ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് അടത്തി, ഒന്ന് പഴുക്കാറായി നിൽക്കുവാണ്. അത് അവിടെ നിർത്തിയിട്ട് ഇതാണ് നമ്മളെ പിച്ചിയ പപ്പായ. അത് നമ്മൾ കഴുകിയെടുത്തു, വൃത്തിയാക്കിയിട്ട് ഞാനും ശശിയേട്ടനും പാതി വീതം കഴിച്ചു കേട്ടോ. അബിക്കുട്ടനെ പപ്പായ ഒന്നും കഴിക്കുന്നത് ഇഷ്ടമേ അല്ല, അതുകൊണ്ട് അബിക്കുട്ടൻ കഴിച്ചില്ല. ഞാനും ശശിയേട്ടനും പിന്നെ ശശിയേട്ടൻ്റെ അമ്മയ്ക്കും കുറച്ച് കൊടുത്തു കേട്ടോ. പിന്നെ വൈകിട്ടത്തെ ചായക്ക് നമുക്ക് കടി മുറുക്കാണ്. 2 ടൈപ്പ് മുറുക്കുണ്ട്. അബിക്കും എനിക്കുള്ള ചായയാണ്. അപ്പോൾ വൈകിട്ടുള്ള ചായ കുടിക്കുവാണ്. അബിക്കുട്ടനും എനിക്കുമാണ് ചായ. മനത്തട്ടിക്കളയിൽ അബിക്കുട്ടൻ എനിക്കാണ് ചായ. ശശിയേട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നില്ല. അപ്പം പിടിക്കുക ശശിയേട്ടനുള്ള ചായ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് വന്നിട്ട് ചൂടായി കൊടുക്കും. നല്ല ചൂടാണ്, ഉള്ളിൽ കുടിക്കണം. സ്നാക്സ് എപ്പോഴും ചിപ്സാണെന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ മുറുക്ക് കഴിക്കണം. എനിക്ക് ഇങ്ങനെ മുറുക്കിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. കാരണം ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് തന്നെ, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നല്ല എണ്ണ പലഹാരമാണ് ചായയുടെ കഴിക്കാൻ ഇഷ്ടം. നല്ല പഴംപൊരിയോ മോദകമോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അതൊക്കെ മുറുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബേക്കറി കഴിഞ്ഞിട്ടുള്ളവന് വേറെ എന്തും. ഓ, അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളുടെ കല്യാണത്തിന് പോയി കേട്ടോ. ഞാനും അബിക്കുട്ടനും ശശിയേട്ടൻ്റെ അമ്മയായിട്ടാണ് പോയത്. ശശിയേട്ടൻ വന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ അച്ചാർ വന്നു, പിന്നെ സലാഡ് വന്നു, പിന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തിയും പിന്നെ കടലക്കറിയായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെ പായസം കൊണ്ടുവന്നു. പായസം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് റൈസ് വന്നത് കേട്ടോ. അങ്ങനെ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അത് കഴിച്ചു.
വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പെണ്ണിനെയും ചെറുക്കനെയും കണ്ടിട്ട് വന്ന് താഴെ വന്നു ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ പോപ്കോണും ലോലിപോപ്പും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അബുക്കുട്ടി ഓടിച്ചെന്ന് അത് മേടിക്കാനായിട്ട് ചെല്ലുവാണ് കേട്ടോ. പിന്നെ അമ്മ പോയി എനിക്കും മേടിച്ചിട്ട് വന്നു കേട്ടോ. ബോംബെ മിഠായി നമ്മളിവിടെ പണ്ടൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്ന കവറിലിട്ട് ബംഗാളികളെ കൊണ്ടുവരില്ല, അതുപോലത്തെ ആ ഒരു ടേസ്റ്റ് തന്നെയാണെങ്കിലും കളർ വ്യത്യാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചു. സൈഷേടിന് കല്യാണത്തിനൊക്കെ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. വിളിച്ചിട്ട് വന്നില്ല. പിന്നെ ഞാനും അമ്മയും അബിക്കുട്ടനടിഞ്ഞ് പോരുമായിരുന്നു. മിക്ക കല്യാണത്തിന് ഞാനും അമ്മയും തന്നെയാണ് പോകുന്നത് കേട്ടോ. സൈഷേടിന് ഭയങ്കര മടിയാണ് കല്യാണങ്ങളൊക്കെ വരാൻ. അങ്ങനെ അപൂർവം ചില കല്യാണങ്ങൾക്കൊക്കെ വരാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടു. അവിടെ ലോലിപോപ്പ കഴിച്ചു, പോപ്കോണൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ ഈ ചർച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് അബിക്കുട്ടൻ്റെ സ്കൂൾ വാൻ എന്നും വന്ന് നിൽക്കുന്നത്. രാവിലെ വന്ന് നമ്മൾ മോനെ സ്കൂളിലാക്കാൻ വരുന്നതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ ഫുഡും എല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി വേഗം പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. ടാറ്റാ.